ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട്സ് പായസമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറേ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരു 5 ആപ്പിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട്. അതുപോലെ ഏത്തപ്പഴം ഒരു 3 എണ്ണം അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. അനാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈന്തപ്പഴം, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്. അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി 3 കളറും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം. നമ്മളൊരു ഉരുളി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മാതള നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഈന്തപ്പഴമാണിത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാഷ്യൂ, റൈസിൻസ്, ട്യൂട്ടി ഫ്രൂട്ടി എല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. നമ്മൾക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഒന്ന് വഴറ്റിക്കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. കാരണം ഞാൻ ഈ ഉരുളിയിലാണ് പാല് കാച്ചാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നത്. നമ്മൾ വീണ്ടും ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പാലിനകത്തേക്ക് നമുക്ക് കുറച്ച് ചൗവരി ഇട്ട് കൊടുക്കാം. അതുകൂടെ കിടന്നതിനൊക്കെ ഒന്ന് വേകട്ടെ. മധുരത്തിനാവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നാണ്. നമുക്കിതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചൗവരിയും പാലും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. അതും കൂടെ ഒന്ന് വേകട്ടെ. നമ്മുടെ പായസത്തിൽ ചൗവരി, സേമിയയും ഒക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ നെയ്യിൽ വരട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തിലേക്ക് കുറേശ്ശായിട്ടിട്ട് ഇളക്കി കൊടുക്കാവേ. നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നമുക്ക് കൊടുക്കാം. 5-6 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം കണ്ട നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്, നെയ്യിൽ ഇത് വറുത്തത് കാരണം. നമ്മുടെ പായസം ഒന്ന് കുറുകാനായിട്ട് ഞാനൊരു ശകല ഓട്സും കൂടി ഇതിനകത്ത് തൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ശകല ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനതിലേക്കൊരു ശകലം മാമ്പഴം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാൻ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശകലം കുറച്ച് കുങ്കുമപ്പൂവാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ഫ്രൂട്ട് സാലഡിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്നത്.
ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൂട്ട്സ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.